വാചകത്തിന്റെ അർത്ഥമൊന്നും അതല്ല. ഏതായാലും അതൊക്കെ നമ്മുടെ ഖുർആൻ പരിഭാഷ വരുമ്പോ ഈ മുഫസ്സിരീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇമാമിങ്ങളൊന്നുമല്ല മുഫസ്സിരീങ്ങൾ, അവർ പറഞ്ഞ നുണകളൊക്കെ എണ്ണി നമ്മൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഭാഷ തെറ്റി, ശ്വാസം വിടാൻ അർത്ഥം തെറ്റി, അതൊക്കെ കൂടിയായിട്ട് അപകടത്തില് ഉള്ളൊരു വിളി പിടിച്ചിട്ട്, നല്ല വിളിയാണെന്ന് അപ്പൊ നമ്മളെ വിചാരം, അള്ള പറഞ്ഞ വിളിയാണ്, അള്ള കൽപ്പിച്ചാണ്, നബി കൽപ്പിച്ചാണ്, അങ്ങനെ ചെന്നിട്ടില്ലെങ്കിൽ കുറ്റാണെന്നൊക്കെ പറഞ്ഞ വിളിക്ക് ഉത്തരം പറയാ ഹയ്യാലൽ ഫലാഹ് ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോ എന്താ ഉത്തരം പറഞ്ഞെന്നറിയോ? അള്ളാഹു വിളിച്ച വിളിക്ക് ഉത്തരം പറഞ്ഞത് എന്താ? ഹയ്യാലൽ ഫലാഹ്, നിസ്കരിക്കാൻ എല്ലാവരും അങ്ങോട്ട് വന്നോളി എന്ന് പറയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇവിടുന്ന് അനങ്ങാൻ നിവൃത്തില്ല, അവിടെ വന്ന് നിസ്കരിക്കാൻ യാതൊരു പാകവുമില്ല അള്ളാഹിനെ കൊണ്ടല്ലാതെ എന്നാ പറഞ്ഞത്. ഇതാ മറുപടി. ലാ ഹൗല ലാ ഹർകത, അനങ്ങാൻ നിവൃത്തില്ല ഇവിടുന്ന്, വലാ ഖുവത, അവിടെ പോയിട്ട് നിസ്കരിക്കാൻ ശേഷിയില്ല, ഇല്ലാ ബില്ലാഹി, അള്ളാഹിനെ കൊണ്ടല്ലാതെ. എടുത്തുണ്ടാവണം. അതിന് ചുരുക്കപ്പതല്ലേ, മര്യാദക്ക് ചെയ്യാനുള്ള മനസ്സിന് എനിക്കില്ല. അള്ളാഹു നിർബന്ധപൂർവം തോന്നിപ്പിച്ച് ഇവിടെ ഇരിക്കപ്പുറത്തില്ലാതെ ഇടിച്ച് അടച്ചന്നെ, അല്ലാണ്ട് ഇപ്പൊ അള്ളാഹ് കൈകൊണ്ട് കൊടുക്കൂലല്ലോ. അപ്പൊ അള്ളാഹ്ക്ക് ഇവിടുന്ന് ഇടിച്ച് പോകണം, എന്നെ കൊണ്ട് നിസ്കരിപ്പിക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ എന്നെ സ്വന്തം ഇതിന് നിവൃത്തില്ല. ലാ ഹൗല വലാ ഖുവതന്റെ അർത്ഥാപ്പ് ഈ പറഞ്ഞത്. അച്ചടിച്ചു കൊടുത്തു, അല്ലാന്നൊന്ന് പറയട്ടെ, അവര് അല്ലാന്നൊന്ന് പറയട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിന്റെ അർത്ഥാപ്പ് ഈ പറഞ്ഞത്. ഇവിടെ മുസ്ലിമീങ്ങളാണെങ്കിൽ പറയേണ്ട ഒരു വാക്കുണ്ട്, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമീഅനാ വഅതഅനാ. സത്യവിശ്വാസികളെ അള്ളാഹുവിലേക്കും റസൂലിലേക്കൊക്കെ വിളിച്ചാൽ അവർ ഉച്ചരിക്കേണ്ട ഒരു വാചകമുണ്ട്. അതെന്താണ് എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഖുർആനിൽ. എന്താ? സമീഅനാ വഅതഅനാ, സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. ഹയ്യലൽ ഫലാഹ് സമീഅനാ വഅതഅനാ, ഹയ്യലൽ ഫലാഹ് സമീഅനാ വഅതഅനാ എന്നാണ് മുസ്ലിം ആണെങ്കിൽ പറയേണ്ടത് എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കണേ. ഇവിടെ പറഞ്ഞെന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കേട്ടാൽ തന്നെ ഏതാണ്ട് അർത്ഥം അങ്ങനെ തോന്നും, ആ ജാതിയാണ്. ഖുർആനിലില്ലേ ലാ ഹൗല വലാ ഖുവത? ഖുർആനിലില്ല. അപ്പൊ യാതൊരു ഭാഗവുമില്ല അള്ളാഹിനെ കൊണ്ട് അല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർബന്ധപൂർവം പോവാൻ തോന്നിക്കണം, നേരെ വരുള്ളൂ. സംഗതി അങ്ങനെ തന്നെ നടക്കണത്. അധികം ആൾക്കാർക്കൊന്നും ഇരിക്കണമെന്നില്ല. ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞതിന്റെ ശേഷം ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്. ഇഖാമത്തിൽ അതിനെക്കാണ് കടുപ്പം. ഇഖാമത്ത് കൊടുക്കും, അത് ഖാമത്തിസ്സലാ, അത് ഖാമത്തിസ്സലാ എന്ന് പറഞ്ഞിട്ട് പറയല്ലോ. ഇതാ നിൽക്കാറോ, വിളിച്ചതിന്റെ പുറമെ ഹയ്യലസ്സലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കാൻ പോവാ. ഇതാ ഖാമത്തിസ്സലാ, നിസ്കാരം തുടങ്ങി, നിസ്കാരം നടക്കാൻ പോണ്, എല്ലാവരും വരുന്നപ്പോ പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞെന്നറിയോ? നിസ്കാരം തുടങ്ങാനായി എന്ന് കണ്ടപ്പോ പറഞ്ഞ മറുപടിക്ക് ചൂടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? അഖാമഹ അല്ലാഹു അദാമഹ, അള്ളാണ് നിസ്കരിച്ചോട്ടെ. അതല്ല മറ്റത്, അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഞാൻ പോകുന്നായിരുന്നു, അള്ളാഹിനെ കൊണ്ടല്ലാതെ പകൽ. ഇപ്പൊ പറഞ്ഞെന്താ? അഖീമുസ്സലാത്ത, നിങ്ങളെല്ലാവരും നിസ്കാരം നിലനിർത്തിക്കൊള്ളിയെന്ന് അള്ളാഹ് നമ്മളോട് പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞ ഖദിഖാമത്തിസ്സലാ, ഇതാ നിസ്കാരം നടക്കാൻ പോകണം, അവിടെ ഇങ്ങോട്ട് വന്നോളി എന്ന് പറഞ്ഞപ്പോ അഖാമഹ അല്ലാഹു, അള്ളാഹു നമസ്കാരം മുറപ്രകാരം നിലനിർത്തിക്കോട്ടെ, അള്ളാഹ് ഇറങ്ങി നിസ്കരിച്ചോട്ടെ എന്നാണ് എന്റെ ശരിക്കുള്ള അർത്ഥം. അദാമഹ, ആ പണി തന്നെ ചെയ്തോട്ടെ. അദാമഹ എന്ന് പറഞ്ഞാൽ അതന്നെ ചെയ്തോട്ടെ. ആരാ കാരണം? ഓ, എന്തെല്ലാം ജാതി വിഡ്ഢി വഷളത്തരങ്ങൾ, കഴുതത്തരങ്ങൾ എന്തൊക്കെയാണ് നമ്മളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. എന്നിട്ട് പറയാ ഇങ്ങനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാതിരിക്കൽ കുറ്റകരമാണ് എന്ന് ഇവിടെ പൊന്നാനിയിലെ ഒരു ചങ്ങായി ഒരു കിതാബുണ്ടാക്കി. ഇർഷാദുൽ ഇബാദ് എന്നാ പേര്. ആളുകളൊക്കെ നന്നാക്കണ കിതാബ് എന്നാ പേര്, ഇർഷാദുൽ ഇബാദ. ആളുകളൊക്കെ നന്നാക്കണ കിതാബാണ്. പക്ഷെ അതിന്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനം വരെ മനുഷ്യന്മാരെ മുഴുവൻ മടക്കാക്കല. അതിലെന്താ പറയണമെന്നറിയോ? 28ാമത്തെ പേജിൽ മുമ്പ് എഴുതിയിരിക്കാം, ഹയ്യലൽ ഫലാഹ് ഹയ്യലൽ ഫലാഹ് ഖദിഖാമത്തിസ്സലാത്തൊക്കെ പറയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത് എന്താണ്? വേറെതൊന്നും ചെല്ലിലും തർക്കമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചെല്ലുമ്പോ ഒന്നും വേണ്ടിയിലും തർക്കമില്ല. ഹയ്യലൽ ഫലാഹ് ഹയ്യലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയൽ നിർബന്ധമാണ്. ഓതുകയാണെങ്കിൽ ഓത്ത് മുസാഫ് കൂട്ടി വെച്ചിട്ട് അത് പറഞ്ഞോളന്നാണ്. ഖുർആൻ ഓതുകയാണെങ്കിൽ ആ മുസാഫ് മടക്കി വെച്ചിട്ട് നിർത്തിയിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞോളം, അല്ലെങ്കിൽ കുറ്റുണ്ട് എന്നാണ് പൊന്നാനിയില് മനുഷ്യൻ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെടക്കാക്കണ കിതാബില് ജൂതൻ വന്ന് എഴുതി വെച്ചത് ഇർഷാദുൽ ഇബാദില്. ഇത്തരത്തിലുള്ള കിതാബുകൾ ഇവിടെ മദീമാല, മങ്കൂസ് മൗലൂദ്, മാലിം മൗലൂദിലുള്ള തെറ്റൊന്നും കണ്ടുപിടിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ തന്നെത്താൻ അങ്ങോട്ട് ഭസ്മാവും. മാലിം മൗലൂദൊക്കെ ആകാണ്ട് പറക്കൂല. ബുഹാരി മുസ്ലിം ഒക്കെ നിരത്തിയാൽ ബുഹാരി മുസ്ലിമിലുള്ള കള്ളത്തരങ്ങളും കപടത്തരങ്ങളും അതിലുള്ള തമ്മാടിത്തരങ്ങളും ധിക്കാരങ്ങളും ഇതൊക്കെ വിരിച്ച പിന്നെ കോഴിക്കോട്ടെ കാളിയാരുടെ മാരക്കെന്ത് വില പിന്നെ ഉണ്ടാവുക?
പിന്നെ മങ്കൂസ് മൗലൂദിന് വല്ല ഇല കൽപ്പിക്കാൻ ആരെങ്കിലും കിട്ടൂ? അപ്പൊ മങ്കൂസ് മൗലൂദും കോഴിക്കോട്ടെ കാലിയറെ ഹജിമാരി അല്ല ഇവിടെ പൊളിക്കേണ്ടത്. ബുഹാരിയും മുസ്ലിമും പൊളിക്കണം. വെറുതല്ല, ഖുർആൻ പഠിച്ചിട്ട് അതിലുള്ള നുണ, അക്രമങ്ങൾ, അസംബന്ധങ്ങൾ, ധിക്കാരങ്ങൾ, ദൈവനിഷേധങ്ങൾ, ദൈവത്തെ പരിഹസിക്കൽ, അവഹേളിക്കൽ, ഇതൊക്കെ ബുഹാരിയിലും മുസ്ലിമിലും പഠിപ്പിക്കുന്നതാണ്. അവിടെ അബൂ ഹുറൈറ വലിയ മൊയ്ലിയരായിട്ട് അല്ല, മുആവിയ വലിയ മൊയ്ലിയരായിട്ട് മദീനത്ത് വന്നിക്കുക. ഒരു ദിവസം വന്നു മൂപ്പര് വന്ന സാധാരണ മദീനത്തിരിക്കൂല, കാരണം അവിടെ സിറിയയിലാണ് ആസ്ഥാനം മൂപ്പരുടെ. ആസ്ഥാനം ക്രിസ്ത്യാനികളൊക്കെ ധാരാളമുണ്ട്. ജൂതന്മാരേറ്റാ കൂട്ടുകെട്ട്, അവരായിട്ടുള്ള താട്ട. അപ്പൊ മദീനത്തെ ഇടയ്ക്കേ വരുള്ളൂ. ഒരു ദിവസം വന്നിട്ട് അബൂ ഹുറൈറ ബാങ്ക് കൊടുക്കാനൊക്കെ സമയമൊക്കെ ചോദിച്ചിട്ട് ബാങ്ക് ഇങ്ങനെ നടക്കുവാണോ? ബാങ്ക് കൊടുക്കുമ്പോ മൂപ്പര് അമീബ്രഹ്മാൻ അങ്ങനെ ഇരിക്കുക, ഖലീഫല്ലേ, രാജാവ്. എന്നിട്ട് ബാങ്ക് കൊടുക്കുമ്പോ അബൂ ഹുറൈറ ബാങ്ക് കൊടുക്കുമ്പോൾ മൂപ്പര് ഒപ്പം ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അബൂ ഹുറൈറ ഉറക്കെ പറയും, മൂപ്പര് പതുക്കെ പറയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ശല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ശല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂപ്പര് ഇങ്ങനെ എന്നിട്ട് മെമ്പറം എന്നിട്ട് പിറുപിറുക്കുക. അബൂ ഹുറൈറ പറയുമ്പോഴൊക്കെ പറയാം ഇലാഹവിലും പറയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂപ്പര് പറയണേ മുനാഫിക്കാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാ ചാടുന്നത്. പിന്നെ മൂപ്പര് പറയാ ഈ അബൂ ഹുറൈറ ബാങ്ക് കൊടുക്കുമ്പോ അതേപോലെ ഒക്കെ ഇരുന്ന് ചെല്ലി പെറുക്കിയിട്ട് അവസാനം മുആവിയ അവിടെ നിന്നിട്ട് മദീനത്തെ പള്ളിയിലുള്ള ആൾക്കാരോട് എന്താ പറഞ്ഞെന്നറിയോ? ഹാക്കദാ സമയത്തു നബിയക്കും യഖൂലു, ഇങ്ങനെ നിങ്ങളുടെ നബി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് എന്റെ തൊള്ളേന്നാണ് ചാടി. നിങ്ങളുടെ നബി ആരാ പറഞ്ഞത്? മുആവിയ മദീനത്തെ നബിന്റെ പള്ളിയിൽ ഇരുന്നിട്ട് പറയാ മുസ്ലിമീങ്ങളോട്, സഹാബികളോട്, നിങ്ങളുടെ നബി ഇങ്ങനെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അവന്റെ നബി അല്ലാന്ന് ഉറപ്പായില്ലേ? അവന്റെ ഹൃദയത്തിൽ നിന്ന് ചാടിയതാ. ബുഖാരിലതാ, വെറുതെ പറയില്ല, ബുഖാരിലതാ ആ കഥ സമയത്ത് നബിയപ്പം ഇങ്ങനെ നിങ്ങളുടെ നബി പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. മൂപ്പര് അധികം ഹദീസൊന്നും പറയില്ല, പക്ഷെ കുറച്ച് ഹദീസ് ബാങ്കിനെ പറ്റി മൂപ്പര് പറഞ്ഞിരിക്കണം. ഖിയാമത്ത് നാളിൽ ഏറ്റവും വലിയ കേമന്മാര് ബാങ്ക് കൊടുക്കുന്നവരാണ് എന്ന് മുആവിയ, അബൂ ഹുറൈറ രണ്ടാളും പറഞ്ഞേക്കണം. ബുഖാരിയിലുണ്ട്. ഖിയാമത്ത് നാളിൽ വന്നാൽ ഏറ്റവും അതുപോലുള്ളാസി അതിനാക്കൻ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളില് വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാരെന്ന് നമ്മൾ പറയുന്നില്ലേ, അതേപോലെ ഖിയാമത്ത് നാളിൽ വന്നാൽ മഹ്ശറിൽ വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാർ പുണ്യവാന്മാരായിട്ട് കാണപ്പെടുന്ന ആരാണ്? ബാങ്ക് കൊടുക്കാൻ മുഅദ്ദിനൂൻ, ബാങ്ക് മുക്രിമാരാണ്. അതായത് ഒന്നാമത്തെ അബൂ ഹുറൈറ, അതുപോലത്തെ ആൾക്കാരും. ബാങ്ക് മുക്രിമാർക്കൊന്നും ഇതിൽ പ്രതിഷേധമൊന്നും വിചാരിക്കണ്ടട്ടാ. ബാങ്ക് ഇപ്പൊ നമ്മളൊക്കെ കൊടുത്തിരുന്നല്ലോ. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലാഹവില പറയരുത്, ദയവ് ചെയ്തിട്ട് അതെങ്കിലും നിർത്തി വെക്കണം. ലാഹവില ഒരാൾ കൂവത്തെ പറയില്ല, അത് അള്ളാനെ കളിയാക്കല. അള്ളാന്റെ അടുത്തേക്ക് നിക്കരിക്കാൻ അങ്ങോട്ട് വരുന്ന അള്ളാന്റെ വിളി ഇവിടെ വിളിച്ച് പറഞ്ഞു എന്ന് സമ്മതിക്കാം. എന്നിട്ട് നമ്മളതിന് മറുപടി പറയാം ലാഹവില ഒരാ കൂവത്തെ ഇല്ല ബില്ല, അള്ളാനെ കൊണ്ടല്ലാതെ അതിന് യാതൊരു ഭാഗമില്ല എന്ന് നമ്മൾ മറുപടിയും പറയാന്ന് പറഞ്ഞാൽ അത് മഹാധിക്കാരം. അഖാമഹല്ലാഹു ഒരിക്കലും പറയാൻ പാടില്ല, അത് മഹാതെറ്റ. അള്ളാഹ് നിക്കരിക്കാൻ നമ്മളോട് അഖീമു സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹോട് നിക്കരിക്കണം പറയാം. അല്ല, നമ്മളത്രല്ല അങ്ങനല്ലേ പറഞ്ഞ് ശീലിച്ചത്. സല്ലു അല നബി, നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞപ്പോ സല്ലല്ലാഹു അല്ലാഹു സ്വലാത്ത് ചൊല്ലിക്കൊണ്ടല്ലേ നമ്മൾ പറയല് അല്ലേ? നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലിക്കൊള്ളി എന്നല്ല നമ്മളോട് പറയാം. നമ്മളെന്തായാലും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സ്വലാത്തും സലാമും ചൊല്ലിക്കോട്ടെ എന്നപ്പ നമ്മൾ പറയല്. അള്ളാഹ് സ്വലാത്തും സലാമും ചെല്ലാൻ നമ്മൾ പറയണം. അള്ളാഹ് ചൊല്ലു, നീ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ നമ്മൾ പറയണം. അവിടെ നമ്മളിരുന്നിട്ട് ഇങ്ങനെ സലാത്തും സലാമും ചൊല്ലിയിട്ട് കടലിലേക്ക് ഉപ്പേറ്റ് പോയാൽ മതി. കടലില് ലേശം പുളി കൂട്ടാൻ വേണ്ടി ഇവിടുന്ന് 1 ലിറ്റർ ഉപ്പേറ്റ് പോവാ നമ്മളെ. എന്നിട്ട് കടലിൽ ആ വെള്ളത്തിന് കുറച്ചും കൂടി പുളി കൂടിക്കോട്ടെ, എത്ര കൂടും? നബി റഹ്മത്തുൽ ലിൽ ആലമീന, ഈ ലോകത്തിനൊട്ടാകുള്ള ഒട്ടാകെ ലോകത്തിന് അനുഗ്രഹമായിട്ട് അയച്ച ആളാണ് നബി. ലോകത്തിനുള്ള അനുഗ്രഹം നബിയാണ്. എന്നിട്ട് നമ്മളിവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് പഠിച്ചോനെ നബിക്ക് കുറച്ച് കാരണം എന്തെങ്കിലും ചെയ്ത് കൊടുക്കണേ, ഈ ജാതി എരപ്പം വർത്താനം പറയണ. നബിക്ക് നമ്മളിങ്ങനെ ചേർന്നിട്ട് കുറച്ച് എന്തെങ്കിലും കിട്ടിയിട്ട് വേണോ? വേണ്ട, അത് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞില്ല. നിങ്ങൾ നബിന്റെ ഭൗതിക ജീവിതത്തിൽ ചില സഹായ സഹകരണങ്ങളൊക്കെ വേണ്ടി വരും. അത് ചെയ്യണം. ചെയ്യാതിരുന്ന അബദ്ധം പറ്റിയിട്ടുണ്ട്. പല അമ്പിയാക്കന്മാരെയും കൊന്നു. അത് അനുയായികൾ സംരക്ഷിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ കഴുതകളാക്കി, വിഡ്ഢികളാക്കി, ധിക്കാരങ്ങളും ദൈവധിക്കാരപരമായിട്ടുള്ള പല വചനങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ഇത് നമ്മളിപ്പോ എന്താ ചോദിച്ചില്ല, ചോദിക്കാൻ പാടില്ല കേട്ടോ. കാത്തതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. മൊയ്ലിയരോട് സംശയം ചോദിക്കാൻ പാടില്ല. പഴയ കാലത്ത് മൊയ്ലിയന്മാരുള്ളൂ, മൗലിയന്മാർ ഇപ്പം ഉണ്ടായാലല്ലേ. പഴയ കാലത്ത് മൊയ്ലിയരോട് മൊയ്ലിയർ എന്ത് പറഞ്ഞാലും സംശയം അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. സംശയം ചോദിച്ചാൽ കുരുത്തക്കേട് കിട്ടും. കുരുത്തക്കേട് കിട്ടിയാൽ ഈമാൻ പോകും. അപ്പൊ ചോദിക്കാൻ നിർത്തില്ല. പിന്നെ ഖുർആന്റെ അർത്ഥം വെച്ചാൽ കാഫിറാവും. അതുകൊണ്ട് അർത്ഥം വെക്കാനും പാടില്ല, പഠിക്കാനും പാടില്ല. ഈ 2 കവാടം 2 മതിലാണ്ട് കെട്ടിയോടുകൂടി പിന്നെ എന്തെങ്കിലും